ഏറ്റവും ബഹുമാന്യരായ ഈ ബിരുദാനന്തര ചടങ്ങിൽ സർട്ടിഫിക്കേഷൻ നൽകുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഇന്ന് ഈ ചടങ്ങ് ഏറ്റവും ശോഭനമാക്കുന്നതിന് വേണ്ടി സൗദിയ ഗവൺമെൻറ്റിൻ്റെ ഉന്നത പദവിയിലുള്ള നമ്മോടൊപ്പം ഈ വേദി പങ്കിടുന്ന ഡോക്ടർ അഷൈഖ് അവാദ് സദ്ദി അൽ ഹസി, അഷൈഖ് ബദർ നാസർ അൽ അനസി, വേദിയിലുള്ള അബ്ദുള്ള കോയ മദനി, ബഹുമാനപ്പെട്ട MLA ശ്രീ PK ബഷീർ, ഈ പ്രസ്ഥാനത്തിൻ്റെ പദവികളിലിരിക്കുന്ന വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞതാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജാമിയ നദവിയ എന്ന പേരിൽ പ്രശസ്തമായ ഇടവണ്ണയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിക്കും മാറ്റങ്ങൾക്കും വഴിയൊരുക്കാൻ JNEക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത കാലം തെളിയിച്ചതാണ്. കേരള മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിൽ വലിയൊരു പങ്ക് വഹിച്ച സ്ഥാപനമാണ് JNE എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസമാണ് ഏതൊരു പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് JNE ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചത്. വിദ്യാഭ്യാസ ആഗോളതലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് JNE പ്രവർത്തിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇതിലൂടെ ഈ സ്ഥാപനത്തിൻ്റെ അധികാരികൾ എടുത്തിട്ടുള്ള നിലപാട്. ഇവിടെ വിദ്യാഭ്യാസം നേടുന്നവരെ ലോകത്തെങ്ങുമുള്ള സാധ്യതകൾ അവർക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസമാണ് അവർക്ക് നൽകുന്നത്. ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന അവർ പഠനം പൂർത്തിയാക്കി പുറത്തു പോകുമ്പോൾ ഈ രംഗത്തുള്ള ഒന്നാം നിരക്കാരായാണ് അവരെ മാറ്റിയെടുത്തിട്ടുള്ളത്. വലിയ നിലയിൽ ഇവിടെ നിന്ന് പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് ഇവിടെ പഠിക്കുന്നവർക്ക് അവരുടെ മുന്നിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിയും സമൂഹവും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പഠന സാഹചര്യം ഒരുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും വലിയ സംഭാവനയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും കേരളത്തിൽ മലയാളികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്
വലിയ സ്വീകാര്യത ലഭിക്കുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സഹായവും സഹകരണവും ലഭ്യമായിട്ടുള്ള ഒരു രാജ്യമാണ്. എന്ന് നന്ദിയോടുകൂടിയാണ് ആ രാജ്യം നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളുടെ സംഭാവനയാണ്. അവരിലൂടെയാണ് വലിയ നേട്ടങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള തലയുയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിൻ്റെ നടത്തിപ്പിലുമൊക്കെ തന്നെ വിദേശ മലയാളികളുടെ പങ്ക് വലുതാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മടിയും കരുതേണ്ടതില്ല. കാരണം നമ്മുടെ GCC രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന നിരവധിയായുള്ള സഹോദരങ്ങളുടെ സംഭാവനകൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കേരളത്തിൻ്റെ നേട്ടം ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒന്നാണ്. അതിൽ ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് ഇനി നമ്മുടെ മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ ലോകത്ത്, ആധുനികയുടെ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പഠന രീതികൾ, ഇതെല്ലാം തന്നെ സ്വായത്തമാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. പുതിയ തലമുറയെ ഇതിനുവേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടി പൊതുമേഖലയോടൊപ്പം തന്നെ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയും ഏറ്റവും നല്ല രീതിയിൽ അധ്വാനിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് വരാനിരിക്കുന്ന UGC നിയമങ്ങൾ എത്ര കണ്ട് ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ബാധിക്കുമെന്നുള്ള കാര്യം ഒരു ആശങ്കയോട് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അത്തരത്തിലൊരു ആശങ്ക ഉണ്ടാവേണ്ടതില്ല എന്നുള്ളൊരു പ്രസ്താവനകൾ വരുന്നെങ്കിൽ കൂടി നമ്മൾ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ബിരുദാനന്തരപരം പൂർത്തീകരിച്ചിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം കേരളത്തിൽ എത്തുകയും ഈ മഹത്തായ ചടങ്ങിൽ നമ്മോട് സംസാരിക്കുകയും എല്ലാവിധ ആശംസകളും നേർന്ന ഷെയ്ഖ് അവാദ് സബ്ദി അൽ അനസി അവറുകളോടും അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയുള്ള പ്രിയ സുഹൃത്തുക്കളോടും എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.